അനുമോൾ ഓരോ ആൾക്കാർ വഴിയിലൊക്കെ വെച്ചിട്ട് അനുമോളെ കാണുമ്പോൾ ഉള്ള എക്സ്പ്രഷനും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഓരോ ആൾക്കാർ കണ്ടിട്ട് പറയും ആ സീരിയലുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നതും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിന്നി പറയുകയാണ്, ഇത് നീ രാവിലത്തെ ടാസ്കിനകത്ത് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, സ്വയം പൊക്കി എന്ന് പറഞ്ഞ ടാസ്ക് ഇനിയുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ മതി എന്ന് ആര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നിന്ന് അനുമോളെ കളിയാക്കിയാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞ് ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ നിങ്ങൾ പൊക്കി പറയുകയെന്ന് വിചാരിക്കരുത്, ഞാൻ പറഞ്ഞുതരാം ഇങ്ങനൊരു സംഭവം ഉണ്ടായി. വൈറ്റിലയിൽ ഒരു സമയത്ത് ഞാൻ ബസ് കയറാനായിട്ട് രാത്രി 2 മണിക്ക് ട്രോളി ബാഗുമായിട്ടൊക്കെ നിന്നപ്പോൾ ഉണ്ട് ഒരു പോലീസ് വണ്ടി. പറയുന്നതിൻ്റെ ഇടയ്ക്ക് അനുമോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളുവാന്ന് വിചാരിക്കും. ഞാൻ തള്ളുവല്ല, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അല്ല നീ പൊക്കി പറയുമല്ല, ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ആര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ദൂരേന്ന് ലൈറ്റ് അടിച്ച് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ദൂരേന്ന് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ അവരിങ്ങനെ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, കുറേ പോലീസുകാർ ആ ജീപ്പിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എവിടെ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്തേക്കുള്ള വണ്ടി വരും, ആ വണ്ടിക്ക് കാത്ത് നിൽക്കുക, വീട്ടിൽ പോകാനെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ആ സൈഡിൽ മാറി നിന്നുകൂടായെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല, ഞാനിവിടെ നിൽക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ആ ജീപ്പിൽ ഫ്രണ്ടിലിരുന്ന സാറിൻ്റെ കയ്യിലിരുന്ന മൊബൈലിനകത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞിട്ട് അനുമോൾ ചിരിക്കുന്നുണ്ട്. ഡാ ഓവറാക്കല്ലേ, നമ്മൾ നിൻ്റെ കഥ ഇത്ര സീരിയസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ തള്ളല്ലേ എന്ന് ആര്യം പറയുന്നുണ്ട്. അക്ബർ പറയാണ്, അത് നീയാണെന്ന് വിചാരിച്ചായിരിക്കത്തില്ല, അയാൾ വേറെ വീഡിയോ കണ്ടായിരിക്കും. അപ്പോൾ അനുമോൾ പറയാം, അല്ലെന്ന് എൻ്റെ വൈറലായൊരു വീഡിയോ ആണ് ആ സാറ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് കോയിൻസിഡൻസ് ആയിട്ട് വന്നതായിരിക്കും അനു അത്. അപ്പം ഞാൻ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് മാസ്കൊക്കെ മാറ്റിയിട്ട് ഇത് ഞാനാണെന്ന് പറഞ്ഞു ആ വീഡിയോ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോൾ അവർ ചോദിച്ചു ഞാനോ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പം എന്നെ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറയുന്നു. അക്ബർ ചോദിക്കുന്ന, നീ അങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് മാസ്ക് മാറ്റിയിട്ട് കാണിച്ചു കൊടുക്കുമല്ലേ? അന്നേരം അനുമോൾ പറയുന്ന, ഞാൻ അങ്ങനെ കാണിച്ചു കൊടുക്കും.